ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാൻ അല്ലെങ്കിൽ പണം തിരിച്ചുപിടിക്കാനായി ഇവരെ വിളിച്ചു വരുത്തി ഒരിടത്ത് കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതാണ് ജീവനക്കാരുടെ പരാതി. ആ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ മ്യൂസിയം പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നതാണ് മ്യൂസിയം പോലീസ് അറിയിക്കുന്നത്. ശരി, എം ജി പ്രതീഷാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അറിഞ്ഞാണല്ലോ നമ്മുടെ കൃഷ്ണകുമാറിനും അതുപോലെ തന്നെ മകൾ ദിയ കൃഷ്ണകുമാറിനും എതിരെ കേസ് വന്നിരിക്കുകയാണ്. കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം, ദിയ കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഭയങ്കര എന്ന് വെച്ചാൽ ആസൂത്രിതമായ തട്ടിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. എല്ലാവർക്കും അറിയാലോ, ദിയ കൃഷ്ണകുമാർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ആ ഒരു തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ബിസിനസ്സൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലായിരിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത്. അതും ദിയെ വളരെയധികം സ്വന്തം വീട്ടുകാരെ പോലെ വിശ്വസിച്ച് കൂടെ നിർത്തിയ സ്റ്റാഫുകളാണ് പറ്റിച്ചിരിക്കുന്നത്. 3 സ്ത്രീകളും അതിലൊരു സ്ത്രീയുടെ ഭർത്താവിനുമെതിരെയാണ് ദിയ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കേസ് വിലക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഒരു കൗണ്ടർ കേസായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. കൃഷ്ണകുമാർ ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നും അവരെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ്. മ്യൂസിയം സ്റ്റേഷനിൽ 2 കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കൃഷ്ണകുമാറിനെതിരെ കേസ്. മകളുടെ കടയിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. മകളും ഭാര്യയും അടക്കം 6 പേരാണ് കേസിലെ പ്രതികൾ. തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങിയെന്നാണ് പരാതി. മകളുടെ കടയിൽ നിന്ന് ജീവനക്കാർ പണം തട്ടിയെടുത്തെന്ന് കൃഷ്ണകുമാറും പരാതി നൽകി. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളുമായി CG അരുൺ സിംഗ് ചേരുന്നുണ്ട്. അരുൺ, ഈ ജീവനക്കാരുടെ പരാതി അനുസരിച്ചാണെങ്കിൽ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്, തട്ടിക്കൊണ്ടുപോയി പണം തട്ടി എന്നുള്ളത്. അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറിന്റെ പരാതി, 2 പരാതിയിലും പറയുന്നത് എന്താണ്? പിഞ്ചു, 2 കേസുകളാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് എടുത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം എടുത്തത് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ നടത്തുന്ന കടയിലെ 3 വനിതാ ജീവനക്കാർക്കെതിരെയാണ്. ആ കടയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നുന്ന ഒരൊറ്റ കാര്യമാണ്, 69 ലക്ഷം രൂപയാണ് ഇവർ തട്ടിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്ഥാപനത്തിലെ QR കോഡും പേഴ്സണലായിട്ടുള്ള ഗൂഗിൾ പേ നമ്പറും ഒന്നും വർക്കല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫുകൾ അവരുടെ തന്നെ പേഴ്സണൽ നമ്പറിലേക്കും അതുപോലെ അവരുടെ QR കോഡിലേക്കുമാണ്, ബാങ്ക് അക്കൗണ്ടിലേക്കുമാണ് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ട്രാൻസ്ഫർ ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെ ഇവർ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇവരിതൊക്കെ മനസ്സിലാക്കിയത്. ഇവർ വിചാരിച്ചിരുന്നത് ബിസിനസ് ലോസ് ആണ്, വലിയ ബിസിനസ് ഒന്നും നടക്കുന്നില്ല എന്നാണ്. എന്നാലും ഒരു ഡൗട്ടുണ്ട്. ഇപ്പം ദിയയുടെ ഹസ്ബൻഡ് അശ്വിൻ, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇവർ 2 പേരാണ് ഇത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? അവിടെ സാധനം കുറയുമ്പോഴെങ്കിലും ഇവരത് ശ്രദ്ധിക്കേണ്ടതല്ലേ? ആ ടൈമിൽ അവരത് ശ്രദ്ധിക്കാഞ്ഞത് എന്തേ? കാര്യം ഇപ്പം 10,000 അല്ല, 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നമുക്കിപ്പം പുറത്ത് വരുന്ന വാർത്തകൾ വെച്ചിട്ട് ഇപ്പം 1,500 രൂപയുടെ ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ 500 ഇവർ 3 ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അവർ അത്രമാത്രം ധൈര്യത്തിൽ ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുൻപും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? ഈ എമൗണ്ട്, ഇത്രയും വലിയൊരു എമൗണ്ട് ഇങ്ങനെ ഗ്രാജുവലി, ഇപ്പം പെട്ടെന്നൊരു ഇത്ര ലക്ഷം അടിച്ചു മാറ്റിയതല്ല, ഗ്രാജുവലിയാണ് ഇവർ അടിച്ചു മാറ്റിയത്. അപ്പോൾ അത്ര നാളുകൊണ്ട് തന്നെ ദിയയ്ക്ക് ഈ ഒരു സ്ഥാപനത്തിൽ കൃത്യമായ നോട്ടങ്ങൾ ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗം വാർത്തകളോട് നമുക്ക് അതുപോലെ കണ്ടിട്ട് വരാം. കേസ് മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, ഇത് ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? കൃഷ്ണകുമാർ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? മ്യൂസിയം പോലീസ് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിൽ എടുത്ത കേസാണ്. അത് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ കവടിയാറിൽ നടത്തിയൊരു സ്ഥാപനത്തിൽ, അതേ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയിരുന്നു. അതേ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന QR കോഡ് മാറ്റി 2024 മുതൽ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു ജി കൃഷ്ണകുമാറും മകളും നൽകിയ പരാതി. ഈ പരാതിയിൽ ആ സ്ഥാപനത്തിലെ 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം
അതിൽ ജീവനക്കാരിയായ ഒരാളുടെ ഭർത്താവ് കൃഷ്ണകുമാറിന്റെ മകളെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച മറ്റൊരാൾക്കെതിരെയും അങ്ങനെ 4 പേർക്കെതിരെയാണ് ഈ ജി കൃഷ്ണകുമാറിന്റെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്തത്. ഇതിൽ 69 ലക്ഷം രൂപ ഈ ജീവനക്കാർ തട്ടിയെടുത്തു എന്നതാണ് ജി കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിനു പിന്നാലെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നു എന്നതിനാണ് ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത്. ഇവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥാപന ഉടമകൾക്കും എല്ലാ ബിസിനസ് ചെയ്യുന്നവർക്കും ഒരു പാഠം തന്നെയാണിത്. ഇതിലൂടെ എങ്കിലും മനസ്സിലാക്കണം, നമ്മൾ എത്ര വിശ്വസ്തരാണ് എന്ന് വിചാരിച്ച് നമ്മളെ കൂടെ കൊണ്ട് നടക്കുന്നവർ നമ്മളെ ചതിക്കും. ഇത് ദിയയുടെ ഇത് പറയുന്നത് ഇപ്പം കൃഷ്ണകുമാർ തന്നെ പറയുന്ന ഒരു സംഭവം നമുക്കത് കേൾക്കാം. ഈ 3 പേരും ദിയയുടെ എല്ലാ ഫംഗ്ഷനും കൂടെ ഉള്ളവരാണ്, അത്രമാത്രം ദിയെ വിശ്വസിക്കുന്നവരാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു പോയിന്റൂടെ കേട്ടിട്ട് വരാം. എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുകയാണ്. താങ്കളുടെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്രയേറെ തുക, കമലേഷ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം 69 ലക്ഷം രൂപ QR കോഡ് വഴി തട്ടിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത്ര വലിയ തുക പോയി തുടങ്ങുമ്പോൾ തന്നെ താങ്കളുടെ മകൾക്കും മകളെ ഈ ബിസിനസ് സഹായിക്കുന്ന ഭർത്താവ് അശ്വിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? നമസ്കാരം. അല്ല, വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം നമുക്ക് പണം പോയി തുടങ്ങുമ്പോഴേ അറിയേണ്ടത് തന്നെയാണ്. പക്ഷെ എന്താ പറ്റുന്ന വെച്ചാൽ ഇവള് കറക്റ്റായിട്ട് ബിസിനസ് പൊക്കൊണ്ടിരുന്നു, എല്ലാം കൃത്യമായി പൊക്കൊണ്ടിരുന്നു. ഈ ഗർഭിണിയായ സമയത്ത് സ്വാഭാവികമായിട്ട് പലർക്കും സിഗ്നസ് വരും ഈ ഗർഭിണിയാവുന്ന സമയത്ത്. അപ്പോൾ വല്ലാത്ത ഇതിൽ എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇവളുമായിട്ട് വളരെ അടുപ്പമുള്ളവരും വിശ്വസ്തരും. കാരണം ഇവളുടെ എല്ലാ ചടങ്ങുകളും നോക്കിയാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോസ് ഈ 3 കുട്ടികൾ കൂടെ ഉണ്ട്, അത്ര വിശ്വസ്തരാണ്. അപ്പോൾ ഒരിക്കലും സംശയം തോന്നാതെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബിസിനസ് ഡള്ളാവുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല. ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് 3 ജോലി രാജിവെച്ച് പോകുന്നു. കൂടുതൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇവർ ഓടിപ്പിടിച്ച് വന്ന് ഫ്ലാറ്റിൽ താഴെ നിന്ന് സംസാരിക്കുന്നു. ഇവർ ആദ്യമേ പറഞ്ഞ് ഞങ്ങൾ പൈസ എടുത്തിട്ടുണ്ട്, തിരിച്ചു തരാം. അങ്ങനെ അവിടെ ഫ്ലാറ്റിൽ അവിടെ കുറച്ചു നേരം കാത്തിരുന്ന് സംസാരമായപ്പോഴത്തേക്ക് അവിടുത്തെ അസോസിയേഷൻ ആൾക്കാർ പറയുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ കൃഷ്ണകുമാർ ഓഫീസിലോട്ട് പോകും. അത് ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ടെലിഫോൺ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെ ഇവർ വരുന്നത്. ഇവരുടെ ഭർത്താക്കന്മാർ 2 വീലറിലും വരുന്നു. ഇത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പൈസ എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടി ഇതിൽ ഭർത്താക്കന്മാർ പുറത്ത് പോയിട്ട് ഒരു 3 മണിക്കൂറിനകത്ത് 8,82,000 രൂപ കൊണ്ടോ ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി പൈസ പിന്നീട് തരാൻ ഞങ്ങൾക്ക് ഇവരെ പരാതിക്ക് പോകരുത്. അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ഇവർ പോയി കഴിഞ്ഞ് രാത്രി മകളെ ഇതിൽ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പം നമുക്കിത് ശരിയായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മുടെ കന്റോൺമെന്റ് സ്റ്റേഷനിലെ AC ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹത്തിന് പരാതി കൊടുത്തപ്പോൾ ഇവര് കൗണ്ടർ കേസ് കൊടുത്തു ഞങ്ങൾക്കെതിരെ. ഞങ്ങൾ ഇവരെ എന്തോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. കൃഷ്ണകുമാർ പറയുന്നത് കേട്ടല്ലോ, അതായത് അത്രമാത്രം വിശ്വസിച്ചിരുന്ന സ്റ്റാഫുകളാണ് ഇവരൊരിക്കലും ഇത് ചെയ്യുമെന്ന് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ തെളിവ് സഹിതം പിടിച്ചതിന് ശേഷവും അവർക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ദിയ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തായത്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു യൂട്യൂബ് ചാനലിൽ ഇതിനെക്കുറിച്ച് കുറച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം. സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ദിയ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ആരാധകരേറെയാണെന്ന് പറയാം. ദിയയോട് ആരാധകരെല്ലാം ചോദിക്കുന്നതും ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ അക്കൂട്ടത്തിൽ ദിയയ്ക്ക് പറയാനുള്ളത് ഒരു സങ്കടകാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഉള്ള കാര്യം. ദിയയുടെ മുൻ സ്റ്റാഫുകൾ തന്നെയാണ് ഇപ്പോൾ തന്നെ പറ്റിച്ചത് എന്നാണ് ദിയ പറയുന്നത്. മുൻ ജീവനക്കാരികളായി വന്ന വനിതകളുടെ പേരാണ് ഇപ്പോൾ 1 വർഷമായി തട്ടിപ്പ് നടത്തിയെന്ന വിവരത്തിൽ ദിയ കൃഷ്ണ പറയുന്നത്. ആദ്യം ഓൺലൈനായി നടന്നിരുന്ന ബിസിനസ് അടുത്തിടെ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഒരു ഷോറൂം എടുത്ത് മാറ്റുകയായിരുന്നു ദിയ. അവിടെ തന്നെ 3 സ്റ്റാഫുകളുണ്ടായിരുന്നു. ആ 3 സ്റ്റാഫുകളും കൂടി പറ്റിച്ചു എന്നാണ് ഇപ്പോൾ ദിയ പറയുന്നത്. നിലവിൽ ഓൺലൈനായും ഷോറൂം വഴിയും വിൽപ്പന നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പേയ്മെൻറ്റുകൾ ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നു എന്ന പരാതിയാണ് ദിയ കൃഷ്ണ ഉന്നയിച്ചത്. തൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ എത്തിയിട്ടുണ്ടായിരുന്നു. ഹുബായോസി എന്ന ആഭരണങ്ങളും സാരിയും വിൽക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ജീവനക്കാരികളാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. കടയിലും ഓൺലൈനിലൂടെയും കടയിലും യഥാർത്ഥ പേയ്മെൻറ്റ് സ്കാനറിന് പകരം ആരോപിതരായ ജീവനക്കാരികൾ തങ്ങളുടെ സ്വന്തം നമ്പറുകൾ നൽകി എന്നാണ് ദിയ പറയുന്നത്. കടയിലെയും ഓൺലൈനായും നൽകിയിട്ടുള്ള സ്കാനർ വർക്കാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധനങ്ങൾ വാങ്ങിയവരോട് തങ്ങളുടെ നമ്പറിലേക്ക് പണം നയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. പ്രീമിയം കസ്റ്റമേഴ്സ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രധാനമായും നിങ്ങൾ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതാണ് സത്യം കേട്ടോ. എന്ത് വന്നാലും എത്ര ആസൂത്രണമായി കള്ളങ്ങൾ ചെയ്താലും അത് പിടിക്കപ്പെടും. കാര്യം ഞാൻ ആലോചിക്കുന്നത് ഈ സ്റ്റാഫുകൾക്ക് അത്രമാത്രം ബുദ്ധിയില്ലാത്തവരാണോ? കാര്യം ഇത്രയും ലക്ഷങ്ങളുടെ ആ സ്റ്റോക്ക് കുറയുമ്പോൾ ഇവർ തിരക്കില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നല്ല ചെക്കിങ് ഉണ്ടാവും. അപ്പോൾ ഇവർ പിടിക്കപ്പെടുമെന്ന് അവർക്ക് ചിന്തയില്ലായിരുന്നോ? അതോ പിടിക്കപ്പെടില്ല, ഇതിങ്ങനെ മുന്നോട്ട് പോകും എന്ന് വിചാരിച്ചിട്ടാണോ? എന്തായാലും നമ്മൾ ഏതൊരു സ്ഥാപനം ആയാലും നമ്മുടെ നോട്ടം എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. പിന്നത്തെ കാര്യം നമ്മൾ ഇതിനടിയിൽ വരുന്ന കമൻസുകൾ നമ്മൾ ശ്രദ്ധിച്ചത് ഇവർക്കൊന്നും കാശിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ 1000-10,000 രൂപയൊക്കെ നഷ്ടമാകുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞാലോ ഇത്രയും ലക്ഷം രൂപ പോയ ഇതൊരു ബിസിനസ്
സ്ഥാപനമാണ്, അതായത് സാരി ഓർണമെന്റ്സ് ഒക്കെ വിൽക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റോക്കുകൾ കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടും, നമ്മൾ അറിയേണ്ടതാണ്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചറിയുന്നത്? അവർക്ക് പൈസയുടെ ആവശ്യമില്ല എന്നാണ് കമൻറ്റിലൂടെ ഒക്കെ വരുന്നത്. അതും ഒരു തരത്തിൽ സത്യമായിരിക്കണം. കാര്യം ഇവർക്ക് എല്ലാവർക്കും തന്നെ യൂട്യൂബിൽ നിന്നായാലും മറ്റേ എല്ലാ രീതിയിലൊക്കെ നല്ല വരുമാനം കിട്ടുന്ന ആളുകളാണ് അവർ, മക്കളും അച്ഛനും ഒക്കെ ആയാലും തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പൈസയുടെ വില അറിയില്ല എന്നൊക്കെയുള്ള കമൻറ്റ് നമുക്ക് ഒരു രീതിയിൽ സ്വീകരിക്കാവുന്നതാണ്. പിന്നെ ഇതിനെതിരെയുള്ള കൗണ്ടർ കേസ് അത് കെട്ടിച്ചമച്ചതാണ് എന്ന് ഏതൊരു കുഞ്ഞിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫർദറായിട്ടുള്ള അപ്ഡേഷൻസ് എന്തായാലും ഉടനെ ഉണ്ടാകും. ഈ സ്റ്റാഫുകളുടെ പിക്കൊക്കെ ഇപ്പോൾ വാർത്തയിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അവരെയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നമുക്കിത് അതായത് എങ്ങനെയാണ് ഇത് ചെയ്തത്, എത്ര നാളുകൊണ്ടുള്ള ഇതാണ്, ഇതിൻ്റെ പുറകിൽ മറ്റാളുകളുണ്ടോ, എന്തായാലും ഇതിൻ്റെ ഫർദറായിട്ടുള്ള ഡീറ്റെയിൽസുമായിട്ട് പുതിയൊരു വീഡിയോയുമായി വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.